താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ആ അമ്മച്ചിയുടെ കാര്യം കഷ്ടത്തിലായി. ആർക്കും അവരോട് പറയാനുള്ള ധൈര്യമില്ല. സെലീനെ അന്വേഷിച്ച് കിടക്കിയ പാവം. എഴുന്നേറ്റ് വന്ന് കാര്യം അന്വേഷിക്കാനും പറ്റുന്നില്ലല്ലോ. മോനിക്കുട്ടി പറയുന്ന കേട്ടപ്പോൾ പ്രായമായ അമ്മച്ചിയോട് സാധാപം തോന്നി ജനിക്കും അമ്മച്ചിക്കും. എന്നാലും ആരായിരിക്കും ആ ചേച്ചി? ജനി ആലോചനയിലാണ്. പറയാൻ പറ്റില്ല. രാത്രിയിലും പകലും ഓരോരുത്തർ അവളെ കാണാൻ വരുന്നല്ലേ. അവരായിട്ട് എന്തെങ്കിലും തർക്കത്തിലായതാണെന്നൊന്നും അറിയില്ല. എന്തായാലും നാളെ അറിയാം. പോലീസ് നായൊക്കെ വരുന്ന കേട്ടത്. ഞാനിനി ആ വഴിക്ക് പോകുന്നില്ല. നായെങ്ങാനും മണം പിടിച്ചു വന്നാലേ പെട്ടുപോയി. അതും പറഞ്ഞുകൊണ്ട് മോനായി നടന്നു നീങ്ങി. നീ ഇങ്ങോട്ട് പോര്, ഇന്ന് ആളുകൾ കൂടി ഈ വഴിക്ക്. അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഉമ്മറ വരാന്തയിലേക്ക് കയറി. മുറ്റത്ത് തനിച്ച് നിൽക്കാനുള്ള ഭയം കൊണ്ട് അമ്മച്ചിക്ക് പിന്നാലെ അവൾ ഓടിക്കയറി. സ്ഥിരമായി പോകുന്ന ബാറിൽ തന്നെ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല ജോസൂട്ടിക്ക്. ജോസൂട്ടി കണ്ടു ആടിക്കുഴഞ്ഞിരിക്കുന്നവനെ. സേവിച്ച വിളിച്ചുകൊണ്ട് ജോസൂട്ടി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നീ ആയിരുന്നാടാ? അവള് പോയടാ. എന്നോടൊന്നും പറയാതെ അവള് പോയി. ഈ ലോകത്തെന്നെ മനസ്സിലാക്കിയിരുന്ന അവള് മാത്രമായിരുന്നു. ഇനി സേവി മതി, നിർത്തിക്കോ. വെറുതെ ഓരോന്നും വിളിച്ചു പറയണ്ട. ഇത് ബാറാ, ഒത്തിരി ആളുകളുണ്ട് ഇവിടെ. സെലീന സേവിസിനെ ആരായുന്നത് അറിയുന്നവരും അറിയാത്തവരുണ്ട് ഇവിടെ. വെറുതെ അറിയാത്തവർ കൂടി അറിയിക്കണ്ട. ഇനി മതി, കുടിച്ച് പോ. ഇല്ലടാ, ഞാൻ എങ്ങോട്ടുമില്ല. എനിക്കൊന്ന് കുടിക്കണം. ബോധം നശിക്കുവോളം കുടിക്കണം. ഒരു കുപ്പി കൂടി എടുത്തോ. മാറി നിൽക്കുന്ന സപ്ലൈറെ നോക്കി പറഞ്ഞവൻ. ഇനി കുപ്പിയല്ല, തേങ്ങാക്കുല തരുന്നു. ബില്ലെടുക്ക്. ജോസൂട്ടി അയാളെ ശാസനയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അടിയാണ് തനിക്ക്. ഞാൻ കുടിച്ചതിന്റെ കാശ് ഞാൻ തരും. എനിക്ക് മതിയായിട്ടില്ല. കൊണ്ടുവാടാ കുപ്പി. പറഞ്ഞുകൊണ്ട് മേശപ്പുറത്തേക്കൊന്ന് വളഞ്ഞുകൊണ്ട് ആടിയിരുന്നവൻ. ചുമ്മാ കളിക്കാൻ നിൽക്കില്ല കേട്ടോ. ഞാനിപ്പോ മൂർച്ചാനെ വിളിക്കും. ജോസൂട്ടി സേവ് എന്ന് വരട്ടാനാണ് അങ്ങനെ പറഞ്ഞ്. അയാളെ വിളിച്ചാലെന്താ? അയാളെന്നെ മൂക്കി കയറ്റോ? ഒന്ന് പോടാ ചെറുക്ക. തന്നോട് ഞാൻ പറഞ്ഞു കൊണ്ടുപോടോ. സപ്ലൈ ബോയ് നോക്കി കണ്ണുരുട്ടി സേവി. ഞാൻ എന്താ വേണ്ടത് സർ? അയാൾ ജോസൂട്ടിയെ നോക്കി ചോദിച്ചു. കൊണ്ടുവന്നേക്ക്. അത് കുടിക്കാൻ ഇവിടുന്ന് ഇളകില്ലെന്ന് തോന്നുന്നു, അരിശത്തോടെ പറഞ്ഞു ജോസൂട്ടി. അയാൾ കുപ്പി കൊണ്ടുവന്നു. അതുകൂടി കാലിയാക്കിയിട്ടാണ് സേവി അവിടുന്ന് എഴുന്നേറ്റത്. നേരത്തെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, കരയുന്നുണ്ട്, മൂക്ക് പിഴിയുന്നുണ്ട്. ജോസൂട്ടിക്കും സങ്കടം തോന്നി അവന്റെ ആ അവസ്ഥ കണ്ടിട്ട്. ഒരു വിധത്തിലാണ് സേവിയെ കാഞ്ഞിരത്തെങ്കിൽ എത്തിച്ചതവൻ. റൂമിൽ കൊണ്ടുപോയി കിടത്തി തിരികെ പോന്നു ജോസൂട്ടി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവളെ ജോയ്ക്കുട്ടി ഇരുട്ടിലേക്ക് നനിയെ നോക്കി അമ്പരപ്പോടെ ചോദിച്ചു. പറ്റിപ്പോയി. അപ്പോഴത്തെ ഒപ്രാളത്തിനായി ചെയ്യാനാ തോന്നിയത്. സേവിയുള്ള ദേഷ്യത്തിന് ചെന്നാൽ ഞാൻ അവളുടെ അടുത്ത്. ആ പെണ്ണ അടുപ്പിക്കാതിരുന്നപ്പോ ഒന്നും ഫലം പ്രയോഗിച്ചു. അതിങ്ങനെയായി പോന്ന് കരുതിയില്ല. ഭയത്തോടെ ജോക്കുട്ടം പറയുന്ന കേട്ട് തരിച്ചിന്ന് പോയി ജോയ്ക്കുട്ടി. ഇനിയിപ്പോ ആർക്കെങ്കിലും സംശയം തോന്നി. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും? ജോക്കുട്ടൻ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. അന്വേഷണം വന്നാൽ നീ പെട്ടുപോകും, തീർച്ച. എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാം. നീ ഒന്ന് സമാധാനിട്ടിരിക്കെ. അന്വേഷണം ഇല്ലാതെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. സേവി എങ്ങാനും ഇതറിഞ്ഞാ അതോടെ തീരും നീ. അതിൽ യാതൊരു സംശയവും വേണ്ട. തൂങ്ങി മരിച്ചു തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. കാശ് കുറച്ച് കളയേണ്ടി വരും. നാണക്കേട് വേറെ. നിനക്ക് ഈ പെണ്ണുങ്ങളുടെ ഏർപ്പാടുണ്ടല്ലേ? അനിയനെ ദേഷ്യത്തിൽ നിന്ന് പോയി ചോദിച്ച ജോയ്ക്കുട്ടി. അത് പിന്നെ അവൻ പോകുന്നവിടെ കാണാൻ വേണ്ടി തല താഴ്ത്തിക്കൊണ്ട് ജോക്കുട്ടൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ എനിക്ക് വേണ്ടപ്പെട്ടവനാ. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. അവൻ വഴങ്ങിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ പെട്ടു. രക്ഷപ്പെടാനുള്ള മാർഗം വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. ഞാനൊന്ന് പോയിട്ട് വരാം. ചേട്ടൻ പോകുന്നു നോക്കി ആ ഭിത്തിയിലേക്ക് ചാരി നിന്ന് ജോക്കുട്ടൻ. ജോയ്ക്കുട്ടി ചെല്ലുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഡോക്ടർ ജേക്കബ്. ജോയോ, എന്താണോ ഈ വഴിക്ക്? നാളുകളേറെയായി കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ ഡോക്ടർ അകത്തേക്ക് ക്ഷണിച്ചു. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അല്പം മാറിൽക്കാം. സംഗതി രഹസ്യ. ചുറ്റും നോയി ശബ്ദടക്കി പറഞ്ഞു ജോയി. ജോയിക്ക് സംസാരിക്കാനുള്ള സീരിയസ് കാര്യമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ. താൻ വാ പറഞ്ഞുകൊണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് നടന്നു. അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ശബ്ദം കുറച്ച് ജോയ്ക്കുട്ടി വിവരങ്ങളൊക്കെ ഡോക്ടറെ ധരിപ്പിച്ചു. സംഗതി അല്പം റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ കേസും കൂട്ടിക്കാവുന്ന ആരെങ്കിലും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോഴാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇനി അതല്ല ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടംകാരും വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി പോകുന്നു മാത്രമല്ല, ഞാൻ അകത്ത് പോകും. ഇതിപ്പോൾ വല്ലാത്തൊരു തൊല്ലയായല്ലോ. പോസ്റ്റ്മോർട്ടം ഒന്നും വരില്ലാന്നേ. ആ പെണ്ണിന് ആകെയുള്ള കിടപ്പിലായ അമ്മ മാത്രമാണ്. ബന്ധുക്കളൊന്നും അവിടെ അടുത്തേക്ക് അടുക്ക പോലുമില്ല. മരണവീടായിട്ട് ആകെ 4-5 ആളുകൾ അവിടെയുള്ളത്. പിന്നെ നാട്ടുകാരവരെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് അടങ്ങിക്കോളും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അമ്മയുടെ കിടപ്പിൽ മനസ്സുമടുത്ത് ചെയ്താണെന്ന് കരുതിക്കോളും എല്ലാവരും.
ആൾക്കത്ര നല്ല അഭിപ്രായം എന്നല്ല നാട്ടില്. റിപ്പോർട്ട് നീ ഒന്ന് കണ്ടറിഞ്ഞ് എഴുതിയാൽ മതി. കാണേണ്ട രീതിയിൽ നിന്നെ കണ്ടോളാം ഞാൻ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണെന്ന് കരുതിയേച്ചാൽ മതി. ജോയിക്കുട്ടി പറയുന്ന കേട്ടപ്പോൾ ജേക്കബിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആ താൻ തോന്നിയ നടക്കുന്ന ചെക്കൻ്റെ കയ്യപ്പതായിരിക്കുമല്ലേ? സേവിയ മനസ്സിലുദ്ദേശിച്ചാണ് ഡോക്ടർ അങ്ങനെ ചോദിച്ചു. ഒരു തരത്തിൽ ആ ചോദ്യം രക്ഷയായി തോന്നി ജോയിക്കുട്ടിക്ക്. അതൊക്കെ നമുക്ക് പിന്നെ ഇരുന്ന് സംസാരിക്കാം. ആദ്യം എനിക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് പറ. റിപ്പോർട്ട് അങ്ങനെ എഴുതിക്കോളാം ഞാൻ. പിന്നെ കാശീലമുണ്ട്. എനിക്ക് അസിസ്റ്റന്റായിട്ട് ഒരാളുണ്ടാവും. അതുകൂടാതെ മോർച്ചയിൽ ആൾക്കും കൊടുക്കണം. സ്വയം മരിച്ചാണെന്ന് റിപ്പോർട്ട് എഴുതാം. എനിക്കൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാലങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇരിപ്പുവശം വെച്ച് തന്നെ എനിക്ക് തള്ളിക്കളയാനും പറ്റില്ലല്ലോ. എന്തു വന്നാലും കൂടെ നിന്നോളണം കേട്ടോ. ഡോക്ടർ അവസരം മുതലാക്കി പറഞ്ഞു. അതൊന്നും നീ പേടിക്കണ്ട. നിന്റെ കൂടെ ഞാനുണ്ട്. നാളത്തെ ഒരു ദിവസം എങ്ങനെയെങ്കിലും കടന്നു പോകണം. ആർക്കും ഒരു അപകടം വരുത്താത്ത രീതിയിൽ. ഞാനൊന്ന് ആലോചിക്കട്ടെ. പോലീസ് അന്വേഷണമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തവരല്ലേ. കരുതി കൂട്ടി ആത്മഹത്യയായിട്ട് അങ്ങോട്ട് എഴുതി തള്ളിക്കോളും. താൻ ധൈര്യമായിട്ട് പോയിക്കോ. ഡോക്ടർ ജേക്കബ് എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു. തന്റെ വലയിൽ വീണിരിക്കുന്ന സ്വർണ്ണ മത്സ്യമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഏത് കാലത്ത് ഉപകരിക്കാവുന്ന ഒരു സ്വർണ്ണ മത്സ്യം. ജോയിക്കുട്ടി ആശ്വാസത്തോടെയാണ് അവിടെ നിന്ന് തിരിച്ച്. ഏട്ടനെ കാത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ജോക്കുട്ടൻ. എന്തായി, അയാൾ കൂടെ നിൽക്കുവോ? ഏട്ടനെ കണ്ടപാടെ ഓടി വന്നവൻ. ഒരു വിധത്തിലും സമ്മതിപ്പിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാശ് നന്നായിട്ട് എറിയേണ്ടി വരും. കാശ് കൊടുക്കാം. കേസും കൂട്ടൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. ഏത് നേരത്താണ് അവിടെ ചെന്ന് കയറാൻ തോന്നിയത്? സേവിയെ പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് പൊള്ളി. എന്നോട് കടന്നു പോകാൻ പറഞ്ഞു. അതാ എനിക്ക് അരിശം വന്നത്. എന്തായാലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഭാര്യ മക്കളൊക്കെ തറിഞ്ഞ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ നീ? എടാ സേവി നടക്കുന്നത് നോക്കണ്ട. അവന് പെണ്ണും പെടക്കോഴിയൊന്നുമില്ല. നഷ്ടപ്പെടാവൊന്നുമില്ലാത്തവനവൻ. നീ എങ്ങനെയാണോ? ആലോചിക്കാതെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് പിന്നെ കിടന്ന് പോങ്ങിയിട്ട് കാര്യമില്ല. എന്തായാലും നീ ഇന്ന് വീട്ടിലേക്ക് പോകണ്ട. ഈ അവസ്ഥയിൽ അവിടെ പോയി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവൾ കൂടി സംശയത്തിന് ഇട കൊടുക്കണ്ട. ഞാൻ അവൾ വിളിച്ചെന്തെങ്കിലും പറഞ്ഞോളാം. നീ നമ്മുടെ ഫാം ഹൗസിലേക്ക് പോക്കോ. അവിടെ ഔതക്കുട്ടി വിളിച്ച് ഞാൻ പറഞ്ഞോളാം. ഞാൻ കൊണ്ടുവിടണോ? ജോയിക്കുട്ടി സംശയത്തോടെ ചോദിച്ചു. ഇപ്പൊ ഞാൻ പോകുന്നില്ല. എന്തായാലും രണ്ടെണ്ണം വീശണം. ഒന്നുകൂടി ഇരുട്ടിയിട്ട് പോവാം. ഏട്ടനും അനിയും കൂടി എന്താ ഇത്ര ചർച്ച? ചായ വേണോ ചോദിച്ചിട്ട് പോലും ഒരു അനക്കമില്ല. അല്ല, ചായ വേണ്ടി വരില്ലല്ലോ അല്ലേ? എടി നീ അവിടെ വിളിച്ചു പറ ഇവരൊന്ന് ഫാം ഹൗസിലേക്ക് പോവാണെന്ന്. ഇനി അവള് കാത്തിരിക്കണ്ട. അവിടെ ഔതക്കുട്ടിക്ക് എന്തോ ഒരു വയ്യായിക. ഇനി അയാളെങ്ങാൻ അവിടെ കിടന്ന് തട്ടിപ്പോയാ അതിന് സമാധാനം പറയേണ്ടി വരും. ജോയിക്കുട്ടി തന്മയത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഭാര്യയോട്. ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയി. കുപ്പിയും ഗ്ലാസ് എടുക്കാൻ വേണ്ടി ജോയിക്കുട്ടിയും. കുടിക്കാനും കുറിക്കാനും എടുത്ത് ഏട്ടം വന്നപ്പോൾ ആർത്തിയോടെ കുപ്പിവായും ഗ്ലാസ്സിൽ പകർത്തി കുടിച്ചവൻ. എന്നും കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിച്ചുകൊണ്ട് പുറപ്പെട്ടവൻ. എടാ സൂക്ഷിച്ചു പോകണം കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്ന അനിയനെ നോക്കി പറഞ്ഞു ജോയിക്കുട്ടി. എന്നെ ഇവൻ എത്തേണ്ടടുത്ത് എത്തിക്കും. ഇവൻ എന്റെ കുതിരയല്ലേ. സ്റ്റിയറിംഗിൽ നിന്ന് അടിച്ചു പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തവൻ. ഈ സമയം മയക്കത്തിലായിരുന്ന സേവി ആളെറി വിളിച്ചുകൊണ്ട് ഞെട്ടിയുണർന്നു. സെലീന! കുടിച്ച മദ്യത്തിന്റെ ധൈര്യത്തിൽ പോവുകയായിരുന്ന ജോക്കുട്ടൻ നടു റോട്ടിൽ നിൽക്കുന്ന മുടി കൊണ്ട് മുഖം മറിച്ച സ്ത്രീ രൂപം കണ്ട് കാൽ ബ്രേക്കിൽ ആഞ്ഞ് ചവിട്ടി. ആരുടെ അമ്മയെ കെട്ടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കേടി പല പൊലയാളി മോളെ. കുറച്ചകലെന്ന് ആ പെണ്ണിനെ കാണാതെ വന്നപ്പോൾ അവനൊന്ന് സംശയിച്ചു. എവിടെ പോയി? മിററിൽ കൂടി നോക്കിയപ്പോൾ കണ്ടു കാറിന്റെ ഇടുക്കിൽ ഇരു കൈയും കുത്തി നിൽക്കുന്നവളെ. ഇപ്പൊ അവളുടെ മുഖം വ്യക്തമായി കാണാം. സെലീന! അവൻ വിക്കിക്കൊണ്ട് ആ പേര് ഉച്ചരിച്ചു. അതേടോ, ഞാൻ തന്നെ. എന്നെ കൊല്ലാൻ മാത്രം എന്ത് തെറ്റാടോ ഞാൻ നിന്നോട് ചെയ്ത്? അവൻ ഇരിക്കുന്നതിന്റെ അടുത്ത് വന്ന ഗ്ലാസ്സിൽ മുഖം ചേർത്ത് വെച്ച് അവൾ ചോദിച്ചപ്പോൾ വിറച്ചു പോയവൻ. സൈഡ് ഗ്ലാസ് തകർന്നു വീണ ശബ്ദത്തിനൊപ്പം നീണ്ടുവന്നൊരു കൈ അവന്റെ കഴുത്തിൽ പിടുത്തമിട്ടു. കഴുത്തിലെ എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന പോലെയാണ് തോന്നിയവന്. ഞാൻ ഒരബദ്ധം പറ്റിപ്പോയി. നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചില്ല. എന്നൊന്നും ചെയ്യല്ലേ. അവൻ ഇരു കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. കുടിച്ച കള്ളിന്റെ കെട്ടൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു. തൊട്ടു മുന്നിൽ മരണം കണ്ടവൻ അലറി വിളിച്ചു. നീ സേവിച്ചം കളിക്കാൻ വന്നതിന്റെ അടുത്തല്ലേ? നീ 7 ജന്മം പിറവിയുണ്ടാലും അയാളുടെ 7 അയലത്ത് വരില്ല നീ. എന്നെ കൊന്നുകളഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ? ഈ രാത്രി എനിക്ക് അനുവദിച്ചു തന്നതാ. നിന്റെ ജീവൻ എനിക്ക് വേണ്ട. അതെടുക്കാനുള്ള ആള് വരും. ചെറിയൊരു ശിക്ഷ നിനക്ക് തരാതെ പോയാ എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടില്ല. ആ കൈയുടെ ശക്തി കൂടി. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്തുകൊണ്ട് തന്നെ ദേഹം ഉയർന്നു പോകുന്ന മാത്രമേ അറിഞ്ഞുള്ളൂ ജോക്കുട്ടൻ. വലിയ ശബ്ദത്തിൽ ആ കാറ് മറുവശത്തെ താഴ്ചയിലേക്ക് പതിച്ചു. അതുവഴി പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് അപകടമാദ്യം കാണുന്നത്. ചോരയിൽ കുളിച്ചെടുക്കുന്ന ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചവർ. അനിയൻ മദ്യപിച്ചു പോയതുകൊണ്ട് എത്തിയോ എന്നറിയാൻ അനിയന്റെ ഫോണിൽ വിളിച്ചു. ആദ്യം റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുന്നില്ല. ഒടുവിൽ ഔതക്കുട്ടി ചേർന്ന് വിളിച്ച് ജോയിക്കുട്ടി. ഇല്ല കുഞ്ഞെ, ഇങ്ങെത്തിയില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ, വിളിക്കാം. കാരണമില്ലാത്തൊരു ഭയം തന്നെ വന്ന് പൊതിയുന്നറിഞ്ഞ് ജോയിക്കുട്ടി. ഔതക്കുട്ടി ചേർന്ന് വിളിക്കുന്ന കാത്ത് അക്ഷമയോടെ ഇരുന്ന് ജോയിക്കുട്ടി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ഫോൺ വന്നത്. കുഞ്ഞെ, നമ്മുടെ ജോക്കുട്ടൻ അപകടത്തിൽപ്പെട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പോലീസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ.
നമ്മുടെ ഫാം ഹൗസ് എത്തുന്നതിന് 300 മീറ്റർ അകലെ ഒരു വളവില്ലേ, ആ വളവിൽ വെച്ചിട്ട് കാർ ആ താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാന്നാ പോലീസ് പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് ആൾ പുറത്തേക്ക് തെറിച്ചു വീണു. ആരൊക്കെ ചേർന്ന് ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വാ, ഞാനും ഹോസ്പിറ്റലിലേക്ക് പോവാ. മറുവശത്ത് നിന്ന് കേട്ട വാർത്തയിൽ തകർന്നു പോയി ജോയിക്കുട്ടി. പിറ്റേന്ന് നേരെ ഇരുട്ടി വെളുത്ത് ആ ചൂടുള്ള വാർത്തയുമായിട്ടായിരുന്നു വലിയൊരു അപകടത്തിൽ നിന്ന് ജോക്കുട്ടി രക്ഷപ്പെട്ടു. അക്ഷയ് ഇതിലും ഭേദാവും മരിക്കുന്നതായിരുന്നു നല്ലത്. എന്റെ മോനെ, നിന്റെ ഈ കിടപ്പ് കാണാൻ എനിക്ക് വയ്യല്ലോടാ. തങ്കച്ചി അലറി വിളിച്ചുകൊണ്ട് തലതല്ലി കരഞ്ഞു. ഇത് ഐസിയുവാ, ഇവിടെ ഇങ്ങനെ ബഹളം വെക്കാൻ പാടില്ല, ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. ഒരു ദയമില്ലാതെ അവിടെ നിൽക്കുന്ന സിസ്റ്റർ പറഞ്ഞപ്പോൾ ചേച്ചിയെ താങ്ങി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്ന് ജോയിക്കുട്ടി. രാത്രി ഒരു പോള കണ്ണടക്കാത്തതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് കുട്ടന്റെ കള്ള് ഷാപ്പിലേക്ക് പോയതായിരുന്നു സേവി. അവിടെ വെച്ചാണ് അവൻ ആ വാർത്ത അറിഞ്ഞത്. പക്ഷേ സെലീന മരിച്ചതിനേക്കാൾ ദുഃഖമെന്ന് തോന്നിയില്ല അവന് ജോക്കുട്ടന്റെ വാർത്ത അറിഞ്ഞപ്പോൾ. ഹോ, നല്ലൊരു കൊച്ചായിരുന്നു, എന്തിനാ അതിങ്ങനെ ചെയ്തെന്നോ മനസ്സിലാവാത്ത. ഇനിയിപ്പോ ആ തള്ളയുടെ കാര്യം ആര് നോക്കും? ബന്ധുക്കളൊക്കെ ശത്രുക്കളാ അവരുടെ. അവിടെ പോയായിരുന്നോ? റബ്ബർ വെട്ടാൻ പോകുന്ന തോമാച്ച സേവിയെന്ന് പോയി ചോദിച്ചു. ഇല്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കിട്ടിയ തെമ്മാടിക്കുഴിയിൽ അടക്കുന്ന പറയുന്നത് കേട്ടോ. കൊണ്ടുവന്നാലും അധികം നേരമൊന്നും വെക്കില്ലായിരിക്കും, അതിന്റെ ഒരു യോഗം. രാവിലെ ചെത്തി കൊണ്ടുവന്ന ഫ്രഷ് ആയതുകൊണ്ട് ചെറിയ ഈണമായി തുടങ്ങിയിരുന്ന സേവിക്ക്. തോമാച്ചൻ പറഞ്ഞപ്പോഴാണ് സെലീനയുടെ അമ്മച്ചിയെ പറ്റി അവൻ ഓർത്ത്. അവരെ കിടപ്പിലായതിനു ശേഷം അങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആ വീട്ടിൽ ആരുമില്ലായിരിക്കും അവരെ നോക്കാൻ, ഒന്ന് പോയി കാണണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജുബയുടെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തിട്ട് അവൻ ഇറങ്ങി. സെലീനയുടെ വീടിന് താഴെയുള്ള ഇടറോഡിൽ വണ്ടി നിർത്തി വീട്ടിലേക്ക് നടന്നവൻ. ഓടിന്റെ ഇറയത്തു നിന്ന് നീല ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിന് താഴെ നിരത്തിട്ടിരിക്കുന്ന കുറച്ച് ചുവപ്പ് കസേര, മിക്കതും കാലിയാണ്. അവിടെ ഇവിടെയായി 4-5 പേര് ഇരിക്കുന്നുണ്ട്. വീടിനോട് അടുക്കുന്തോറും അവന്റെ നെഞ്ചിരിപ്പ് കൂടി. ഇറയത്തോട് ചേർന്ന് അടഞ്ഞു കിടക്കുന്ന ചായ്പിന്റെ വാതിൽ കണ്ടപ്പോൾ അവന്റെ നെഞ്ചൊന്ന് പൊള്ളിപ്പിടഞ്ഞു. അഴിഞ്ഞുളഞ്ഞ മുടിയുമായി വാതിൽക്കൽ ചാരി നിൽക്കുന്ന അവിടെ വശ്യതയാർന്ന മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ അവന്റെ കാലൊന്നിടറി. വാതിൽ തുറന്ന ആ ചായ്പിലേക്ക് കയറി അവൻ. എല്ലാവരും അവനെ പകച്ചു നോക്കുന്നുണ്ടെങ്കിലും ആർക്കും അവനെ തടയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവിടെ കിടന്ന കട്ടിൽ തളർന്നിരുന്നവൻ അവളുടെ മുടിയിൽ എണ്ണ പറ്റിയ തലയിണിൽ തടവിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ മുറിയിൽ സ്ഥാനം തെറ്റി കിടക്കുന്ന ഒരു വസ്തു പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ ചാരി കിടക്കുന്ന വാതിലിന്റെ മുക്കിൽ കിടക്കുന്ന ആ മഞ്ഞ ലോകത്തിൽ പതിഞ്ഞു. അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവനത് എടുത്തു നോക്കി. ഇപ്പൊ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ആളുടെ സാധനങ്ങളാ, ആരെങ്കിലും വന്ന് ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. നേഴ്സ് പറഞ്ഞപ്പോൾ ജോക്കുട്ടിന്റെ ഭാര്യ എഴുന്നേറ്റു. കരഞ്ഞുളഞ്ഞിരിക്കുന്ന അവളെ താങ്ങിയിട്ടുണ്ട് അവളുടെ സഹോദരൻ. അവർക്ക് കൊടുത്ത കവറിലുള്ള സാധനങ്ങൾ എടുത്തു നോക്കി അവൾ. ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ ആഭരണങ്ങൾ നോക്കി തിട്ടപ്പെടുത്തുകയായിരുന്ന മോളിക്കുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയത്, ചിലപ്പോൾ അപകടം പറ്റിയപ്പോൾ അവിടെ എങ്ങാനും വീണ് പോയിട്ടുണ്ടാവും, എന്നാലും അവിടെ നിന്ന് പോയി നോക്കോ. പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ അകത്തേക്ക് പോയി. അതൊക്കെ പോയിക്കോട്ടെ, എനിക്കെന്റെ ഇച്ഛാനെ തിരിച്ചു തന്നാൽ മതി, മോളിക്കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെട്ട് മോളി, സിജി അവളെ കസേരയിലെത്തിക്കൊണ്ട് പറഞ്ഞു. ബില്ലടക്കാൻ പോയതായിരുന്നു ജോയിക്കുട്ടി. തിരികെ വന്നപ്പോഴാണ് ജോക്കുട്ടിന്റെ ബ്രേസ്ലെറ്റ് കാണാനില്ലെന്ന് അറിഞ്ഞത്. അനിയൻ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൽ ഭയപ്പാട് തുടങ്ങി. സെലീനയുടെ വീട്ടിലെങ്ങാനും പോയി കാണുമോ? എന്നാൽ പിന്നെ പോലീസ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കുറ്റവാളിയെ പിടികൂടാൻ തെളിവിന്റെ ഒരു തുമ്പ് അവശേഷിപ്പിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ആകെ വിയർത്തുകൊണ്ട് അയാൾ അവിടെ കിടന്ന കസേരയിലേക്ക് തളർന്നിരുന്നു. ഈ സമയം സേവി ആ റൂമിലാകെ ഒന്ന് കണ്ണോടിച്ചു. ആ കൈ ചെയിൻ ആരുടെയാണെന്ന് തിരിച്ചറിയാൻ അവന് പ്രയാസമുണ്ടായിരുന്നില്ല. ആ ചെയിൻ പോക്കറ്റിലിട്ടവൻ. ജോക്കുട്ടൻ തന്നെ തേടി വരാറുണ്ടെന്ന കാര്യം സെലീന തന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. മനഃപൂർവ്വം അവളത് മറച്ചു വെച്ചതാണോ? അതോ അവനവളെ? മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നവൻ ആശങ്ക നിറഞ്ഞ മനസ്സോടെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിപ്പ് കൊണ്ടുവരും, ആത്മ തന്നെയാണെന്ന് അറിഞ്ഞ് ഇനി അന്വേഷണമൊന്നും ഉണ്ടാവില്ല. തള്ളയെ നോക്കി മടുത്താണ് അവൾക്ക്. ആരൊരാൾ പറയുന്നവൻ വ്യക്തമായി കേട്ടു. ഇനി അവിടെ നിൽക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് അവന്റെ കാലുകൾക്ക് വേഗതയേറി. ഇടവഴിയിൽ നിന്ന് അവൻ ഒന്നുകൂടി നോക്കി കയറ്റത്ത് കാണുന്ന ആ വീട്ടിലേക്ക്. വേലിക്കൽ നിന്ന് തന്നെ നോക്കി കൈവീശി കാണിക്കുന്ന സെലീനയുടെ മുഖം കണ്ടവൻ. സേവിച്ച, ഇനി നിന്റെ നാടൻ കളിക്ക് വേറെ ആളെ നോക്കുക. എന്നാലും ഇങ്ങനെ പോവേണ്ടി വരുന്ന കരുതിയില്ലടാ ഞാൻ. നിന്നോട് പറയാതെ ഞാൻ പോകും തോന്നിയോ നിനക്ക്? അവന് നിന്റെ കയ്യിൽ തെളിവ് കിട്ടിയല്ലോ അല്ലേ എന്നവൾ വിളിച്ചു പറയുന്ന പോലെ തോന്നിയവന്. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തത്തുള്ളികൾ പ്രവഹിക്കുന്ന പോലെ തോന്നിയവന്. സെലീന ആര് വിളിച്ചപ്പോൾ വേദനയോടൊന്ന് ചിരിച്ചവൾ മാഞ്ഞുപോയി. കണ്ണുകൾ നിറഞ്ഞുപോയി അവന്റെ. അവൻ വേഗം ജീപ്പിൽ കയറി ഓടിച്ചു പോയി. വീട്ടിലെത്തിയപ്പോൾ തന്നെ കാത്തിരിക്കുന്ന ജോസൂട്ടിയെ കണ്ടവൻ. ജോസൂട്ടിയിൽ നിന്നാണ് ജോക്കുട്ടൻ ഐസിയുവിലാണ്, സീരിയസ് ആണെന്നൊക്കെ അറിഞ്ഞത്. അവൻ തട്ടിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് ചില സത്യങ്ങൾ അറിയാനുണ്ട്, നീ വാ. ജോസൂട്ടിയെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയവൻ. സേവ് വരുന്ന കണ്ടപ്പോൾ ജോയിക്കുട്ടിയുടെ മുഖം വെളിറി വെളുത്തു. ജോയി ഒന്ന് നോയിക്കൊണ്ട് ഐസിയുവിലെ ബെല്ലടിച്ചവൻ സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു. എനിക്ക് അകത്ത് കിടക്കുന്നവനൊന്ന് കാണണം. ഇപ്പൊ വിസിറ്റിംഗ് ടൈം അല്ല, എനിക്കൊരു കാര്യം ചോദിച്ചറിയാനുണ്ട്. സേവി അവരെ തറപ്പിച്ച് നോക്കി.
ഓർമ്മയില്ലാതെ കിടക്കുന്ന ആളോട് എന്ത് കാര്യം ചോദിക്കാനാ? നിങ്ങൾ മര്യാദക്ക് അവിടെ ഞാൻ പോയിരിക്കും, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു. ദേ പെണ്ണുപിള്ളെ, അവന് ഓർമ്മ വരുത്താനുള്ള മരുന്നുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5 മിനിറ്റ് മതി, നിങ്ങളുടെ ജോലി എളുപ്പത്തിലാക്കിയിട്ട് ഞാനങ്ങ് പോയിക്കോളാം. പറയുന്നതിനപ്പോൾ ആ വാതിൽ തളിത്തോന്ന് അവൻ അകത്തേക്ക് കയറി. സിസ്റ്ററെ, വെറുതെ ആ വെട്ടുപോത്തിന് ഇളക്കാൻ പോകണ്ട. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. ഒന്ന് കയറി കണ്ടെന്ന് വെച്ചാൽ ഐസിയിലെ രോഗികളെല്ലാവരും ഉടലോട് സ്വർഗത്തിൽ പോകുന്നില്ല. സമാധാനിക്കും സിസ്റ്ററെ, വീട്ടിൽ ഭർത്താവ് മക്കളൊക്കെ ഉള്ളതല്ലേ, അവരുടെ ആരോഗ്യത്തിന് കുറച്ച് ക്ഷമ പാലിക്കുന്നത് നല്ലതാ. ജോസൂട്ടിയുടെ ആ പറച്ചിലും സേവിയുടെ തള്ളിക്കറിയുള്ള പോക്കും കണ്ടപ്പോൾ സേവി കാര്യങ്ങളെല്ലാം അറിഞ്ഞ മട്ടാണെന്ന് മനസ്സിലായി ജോയിക്കുട്ടിക്ക്. ഓടയെ തമ്പുരാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാലും അനിയെ രക്ഷപ്പെടില്ലെന്ന് തോന്നി അയാൾക്ക്. അവന്റെ ഒരു അഹങ്കാരം നോക്ക്, ഏതാ മനുഷ്യങ്ങനെ ഇരിക്കുന്നത്, ചെല്ലങ്ങോട്ട്. ഭാര്യ സിജി പറഞ്ഞു കേട്ടപ്പോൾ ആ ഒരു രൂക്ഷമായി നോക്കി ജോയിക്കുട്ടി. ആര് പറഞ്ഞാലും അവനുദ്ദേശിച്ച കാര്യം നടക്കാതെ തിരിച്ചു പോവില്ല. ഇതൊരു ഹോസ്പിറ്റലാ, മിണ്ടാതിരിക്കുന്ന നല്ലത്. തങ്കച്ചി കൂടി പറഞ്ഞപ്പോൾ സിജി പിന്നെ ഒന്നും മിണ്ടിയില്ല. ICUവിലെ ഡോക്ടർ ജോക്കുട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായി ഡോക്ടർ, ഇവനിപ്പോ എങ്ങനെ തട്ടിപ്പോവോ? അങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ലല്ലോ. ചാലിനെ മറ്റു കണ്ണും തുറന്ന് കിടക്കുന്നവരെ നോക്കി സേവി ചോദിച്ചു. തന്നാരോടും ഇങ്ങോട്ട് കയറ്റിവിട്ട്. സിസ്റ്റർ, ഡോക്ടർ വിളിച്ചു. ഇവന് ബോധം വരുത്തിയിട്ട് പോവാമെന്നാ. ഡോക്ടർ ഒന്ന് മാറി അപ്പുറത്തേക്ക് 5 മിനിറ്റ് മതി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.